അതെ, ഞാൻ ഹിന്ദുവാണ്. അപ്പം ഈ ഉദ്ദേശിക്കുന്ന ഹിന്ദു എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയില്ല. അതെ, ഹിന്ദുമതത്തിൽ വിശ്വസിക്കുന്നവനാണ് ഞാൻ. എന്ന് വെച്ചാൽ എന്താണ് ഹിന്ദുമതം എന്ന് പോലും അറിയാതെയാണ് ഹിന്ദുമതത്തിൽ വിശ്വസിക്കുന്നതെന്നല്ല. ഹിന്ദുവിൻ്റെ ആധികാരികതയെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഹിന്ദുമതത്തിൽ വിശ്വസിക്കുന്നത്. ഞാൻ ക്രിസ്തുമതത്തിൽ വിശ്വസിക്കുന്നു, ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്നു. അതായത് ഹിന്ദുവിൽ നിന്നുകൊണ്ട് തന്നെ മറ്റു മതങ്ങളെക്കുറിച്ചും ഞാൻ പഠിക്കുന്നുണ്ട്. ആധികാരികമായി അറിവുള്ളവരിൽ നിന്ന് തന്നെ ഞാൻ ഗവേഷണപരമായി തന്നെ പഠിക്കുന്നുണ്ട്. ഇനി പറയട്ടെ, ഹിന്ദുവിന് പറ്റുന്ന പാളിച്ചകൾ പലതാണ്. അത്തരം പാളിച്ചകൾ പറ്റിയിട്ടുള്ള ഒരുപാട് സന്ദർഭങ്ങൾ എനിക്കറിയാം. ഉദാഹരണത്തിന് എൻ്റെ ക്ഷേത്രം, ആ ക്ഷേത്രത്തിൽ ഞാൻ ബോംബെയിൽ പോയ സമയത്ത് ഒരു വ്യക്തിയെ, അത് ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയാണെന്ന് തോന്നുന്നു, പൂജയ്ക്ക് വെച്ചിരുന്നു. അപ്പോൾ ആ പൂജയ്ക്ക് വെച്ചിരുന്ന് കഴിഞ്ഞിട്ട് പിന്നീടാണ് ഞാൻ അറിയുന്നത് പുള്ളി ഇവിടെ വന്ന് പൂജ ചെയ്ത്, എൻ്റെ ക്ഷേത്രം എന്ന് പറയുമ്പോഴത്തേക്ക് മഹാവിഷ്ണുവാണ്. ഇവിടെ പൂജ ചെയ്തിരുന്ന എന്നു വെച്ചാൽ ക്ഷേത്രത്തിനുള്ളിൽ കയറി വിളക്കിൻ ചുവട്ടിലേക്ക് അദ്ദേഹം രക്തേശ്വരിയെയും രക്തേശ്വരിയെയും ആവഹിക്കും, എന്നിട്ടാണ് പൂജ ചെയ്യുന്നത്രേ. അപ്പോൾ ഞാൻ ചോദിച്ചു, അതെന്താ തിരുമേനി അങ്ങനെ ചെയ്തത്? ഉണ പറഞ്ഞു, സാറേ അത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ കുടുംബപരമായിട്ട് തന്നെ രക്തേശ്വരിയുടെയും രക്തചാമുണ്ടി അങ്ങനെ എന്തിൻ്റെയൊക്കെ ഉപാസകരാണ്. അപ്പോൾ അതുകൊണ്ട് രക്തേശ്വരിയുടെയും ഒക്കെ ഉപാസകരാണ്. അതുകൊണ്ട് ഞങ്ങൾ അത് തന്നെയാണ് പഠിച്ചു വന്നിരിക്കുന്നത്. ഞാൻ മുട്ടുശാന്തിക്ക് പോകാറുണ്ട്. അപ്പോൾ അത് വ്യത്യസ്തമായ ഈശ്വരന്മാരുടെ സ്ഥലങ്ങളിലാണ് പോകുന്നത്. അവിടെയൊക്കെ ചെന്ന് ഈ മന്ത്രങ്ങളെല്ലാം പഠിച്ച് പൂജ ചെയ്യാൻ പറ്റുമോ? അതുകൊണ്ട് ഞാൻ എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെല്ലുന്ന ക്ഷേത്രങ്ങളിൽ രക്തേശ്വരിയെയും രക്തേശ്വരിയെയും വിളക്കത്ത് വരുത്തി, അതായത് ഒരു ബ്രാഹ്മണൻ്റെ വാക്കുകളാണ്, ഞാൻ അവിടെ പൂജ ചെയ്തിട്ട് പോരും. അതാണ് ഞാൻ ചെയ്യുന്ന പൂജ. ഇവിടെ എത്രയേ ചെയ്തുള്ളൂ എന്നും. അപ്പം ഞാൻ പുള്ളിക്ക് നമോഭാഗം പറഞ്ഞു, ഇനി മേലാൽ താങ്കളുടെ സേവനം ആവശ്യമില്ലെന്നും പറഞ്ഞ് വിടുകയും ചെയ്തത്. ഇവിടെ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? അത് എന്താണ് അവിടെ ഞാൻ മനസ്സിലാക്കേണ്ടതെന്ന് അറിവുള്ള നിങ്ങൾ പറയുക. നന്ദി, നമസ്കാരം.